വീട് വാർത്തകളിലേക്ക് കലോർ സ്റ്റേഡിയത്തിലെ അപകടവുമായി ബന്ധപ്പെട്ട പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ അറസ്റ്റിൽ 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് നികോഷിനെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. മെഗാ നൃത്ത സദസ്സിലെ സംഘാടനത്തിലെ പിഴവും സാമ്പത്തിക ഇടപാടും സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നികോഷ് കുമാർ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത്. കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നുണ്ട്. സുധീഷ്, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കലൂരിലെ അപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടുത്തെ പരിപാടി സംഘടിപ്പിച്ച മൃദംഗ വിഷന്റെ MD നികോഷ് കുമാറിനെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ സംഘാടനത്തിലെ പിഴവ് തന്നെയാണ് അറസ്റ്റിനുള്ള പ്രധാന കാരണം. അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സംഘാടകർക്ക് പാളിച്ച പറ്റി എന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ്, അഗ്നിശമന സേനയും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ തന്നെ വ്യക്തമായിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, അത് ഏറ്റവും പ്രധാനമായും ആ നൃത്തത്തിൽ പങ്കെടുത്ത ആൾക്കാരിൽ നിന്നും ഉള്ള പണപ്പിരിവ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ചോദ്യം ചെയ്യൽ ഇന്നുണ്ടായി. ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ ഹാജരായ നികോഷ് കുമാറിനെ 7 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്നതാണെന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നിരുന്നാൽ തന്നെയും ഇത് ഈ സംഘാടകർക്ക് മേലുള്ള കുരുക്ക് മുറുകുന്നു എന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ വീഴ്ചകൾ സംഘാടനത്തിലും അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിലും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും നിലനിൽക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇന്ന് നികോഷ് പോലീസിന് മുന്നിൽ ഹാജരായപ്പോൾ മുതൽ തന്നെ കൃത്യമായും ഈ സംഘാടനത്തിൽ ആരെയൊക്കെ എന്തൊക്കെ ചുമതലകൾ ഏൽപ്പിച്ചു, അതിലെ വീഴ്ചകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പണപ്പിരിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം ചോദ്യം ചെയ്യലിൽ ഉണ്ടായിരുന്നു. ആ ചോദ്യം ചെയ്യലിനെല്ലാം ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിഷ്ണു, ശരി, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.